നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഇലക്ഷൻ പ്രമാണിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പല ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിന്റെയും അസൈൻമെന്റ്, പ്രൊജക്ട്, ഡിസർട്ടേഷൻ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡിസംബർ 14 ആദ്യം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഡിസംബർ 21 യൂണിവേഴ്സിറ്റി കേരള ഇലക്ഷൻ പ്രമാണിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് വീണ്ടും ഇതിലൊരു എക്സ്റ്റൻഷൻ കൂടെ വന്നു എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പുതിയൊരു നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. +2 കഴിഞ്ഞിട്ട് ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഡിഗ്രി ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ PG സെമസ്റ്റർ 3, PG സെമസ്റ്റർ 4, അതുപോലെ തന്നെ UG സെമസ്റ്റർ 6 ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഡിസർട്ടേഷൻ അതുപോലെ തന്നെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഡിസംബർ 21 നിന്നും അത് ജാനുവരി 2026 ജാനുവരി 11 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മേൽ പറഞ്ഞിട്ടുള്ള സെമിസ്റ്ററുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ആവശ്യപ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അറിഞ്ഞിരിക്കുന്ന കുട്ടികൾ അവരുടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊജക്ട്, ഡിസർട്ടേഷൻ എന്നിവ ജാനുവരി 11, 2026 ജാനുവരി 11 3 മണിക്ക് മുൻപായിട്ട് അവരുടെ ലേണർ സപ്പോർട്ട് സെന്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററിൽ അവർ ഒപ്പും കൂടെ വെക്കണം. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററിൽ ഒപ്പ് സഹിതം രേഖപ്പെടുത്തേണ്ടതും കൂടിയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ, പ്രൊജക്ട് ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയുകയാണെങ്കിൽ PG 3rd സെമസ്റ്ററും PG 4th സെമസ്റ്റർ അതുപോലെ തന്നെ UG 6th സെമസ്റ്റർ പഠിക്കുന്ന കുട്ടികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത്. ഇവർക്ക് മാത്രമാണ് പ്രൊജക്ട്, ഡിസർട്ടേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 2026 ജാനുവരി 11. അപ്പോൾ ഒരിക്കലും ഡേറ്റ് മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിലുള്ള ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലെ ഡീറ്റെയിൽസ് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.